ഞാൻ IRB രഞ്ജു. നമ്മുടെ പുതിയ സൈറ്റിൽ വീടിൻ്റെ തറപ്പണി കഴിഞ്ഞു. അപ്പോൾ തറപ്പണി കഴിഞ്ഞപ്പോൾ 2 തെങ്ങുകൾ നമുക്ക് മുകളിലേക്ക് വരുമ്പോൾ തടസ്സമാണ്. അപ്പോൾ ആ തെങ്ങൊക്കെ മുറിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ തെങ്ങേലുള്ള അന്തോണിയേട്ടനും നമ്മുടെ മലാക്കയിലുള്ള ലിജോയും കൂടിയിട്ടാണ് വന്നിട്ടുള്ളത്. അവർ തെങ്ങ് മുറിക്കാൻ വേണ്ടിയിട്ട് സംഭവം വളരെ വലിയ പൈസയ്ക്കാണ് എല്ലാവരും പറയണത്. പക്ഷേ ഇവരാണ് നമുക്ക് ചെറിയ പൈസയ്ക്ക് ഈ 2 തെങ്ങ് കൂടിയിട്ട് 3000 രൂപയ്ക്കാണ് അവർക്ക് മുറിച്ച് തരണത്. അതും വളരെ ഹൈറ്റുള്ള തെങ്ങാണ്. അതിൻ്റെ അടുത്തും ഇപ്പുറത്തൊക്കെ വീടും ഒക്കെ നിൽക്കണ അമ്പലത്തിൻ്റെ മതിൽ, ബാക്കിൽ വീട്, ഈ ഇപ്പുറത്തെ സൈഡിൽ വീട്, ഫ്രണ്ടിൽ മാത്രം റോഡ് മാത്രമാണ് ഒഴിവുള്ളൂ. അപ്പോൾ അത്ര ബുദ്ധിമുട്ടുള്ള സ്ഥലത്താണ് അവർ തെങ്ങ് മുറിക്കുന്നത്. അതിന് അവർ ആ കൂടിയിട്ട് 2 തെങ്ങ് മുറിക്കാൻ കൂടിയിട്ട് നമ്മളത് 3000 രൂപയാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ മരങ്ങളോ തെങ്ങുകളോ ഒക്കെ മുറിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ഇവരോട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർ മുറിച്ച് തരും. അപ്പോൾ ഇവരുടെ നമ്പറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ താഴത്ത് ഇവിടെ നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ ഇവരെന്നെ വിളിച്ചോളൂ. ഇവരാണ് നമ്മൾ മുറിക്കുന്നത്. നമ്മുടെ തറപ്പണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഈ 2 തെങ്ങുകളും ഒന്ന് ഫ്രണ്ടിലും ഒന്ന് ബാക്കിലുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ 2 തെങ്ങുകൾ മുറിച്ചാലാണ് നമ്മുടെ വീടിന് തടസ്സങ്ങളില്ലാണ്ടിരിക്കുക. ഇത് അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് എപ്പോഴും മുറ്റത്തേക്ക് തേങ്ങ വീഴലും അതുപോലെ തന്നെ നമ്മുടെ പട്ട വീഴിലൊക്കെ ആയിട്ട് എപ്പോഴും ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഇത് മുറിക്കാമെന്ന് വെച്ചത്. ആദ്യം മുറിക്കണ്ട എന്നാണ് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവർ പറഞ്ഞു അത് മുറിച്ചു. വലിയ ഹൈറ്റുള്ള തെങ്ങാണെങ്കിലും എത്ര വീടുകളുടെ ഉള്ളിലുള്ള തെങ്ങാണെങ്കിലും അളവൊക്കെ സിമ്പിളായിട്ട് മുറിച്ച് നീക്കി തരും നമുക്ക്. ഈ നല്ല ഹൈറ്റുള്ള തെങ്ങാണ്. ഈ കാറ്റത്തൊക്കെ തെങ്ങ് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ആടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കത് കാണുമ്പോൾ തന്നെ പേടിയാവും. താഴെ തന്നെ നിൽക്കുന്നത് നമുക്കത് തന്നെ നോക്കുമ്പോൾ ഭയങ്കര പേടിയാവുന്ന കാര്യമാണ്. ആള് തെങ്ങിൻ്റെ മുകളിൽ, അതും ഇത്രയും കാറ്റത്ത് തെങ്ങിനെ നമ്മൾ വീഡിയോയിൽ തന്നെ പിടിക്കുമ്പോൾ ഏത് നേരം വീഡിയോന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് കിടന്ന് ആടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എത്ര കഷ്ടപ്പെട്ടിട്ടൊക്കെയാണ് ആളതിൻ്റെ മുകളിൽ കയറിയിട്ട് ഈ തെങ്ങൊക്കെ മുറിക്കണത്. അപ്പോൾ നമ്മുടെ തെങ്ങിൻ്റെ മുകളിലത്തെ ഓലൊക്കെ ഇറക്കി നാളേരമൊക്കെ ഇറക്കി ഇനി അവിടെ വെച്ച് മുറിക്കാൻ വേണ്ടിയിട്ട് ആൾ തളപ്പൊക്കെ ഇട്ടിട്ട് അവിടെ വെച്ചിട്ട് മുറിക്കാൻ നിൽക്കുകയാണ്. ഇനിയിപ്പോൾ മിഷ്യൻ കൊണ്ടാണ് അവിടെ മുറിക്കുക നമ്മൾ. തെങ്ങിനൊക്കെ അവർ ഭദ്രമായിട്ട് താഴത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പുറത്തെ വീടുമിക്കോ ഇപ്പുറത്തെ വീടുമിക്കൊന്നും പോയിട്ടില്ല. ഒക്കെ മുറിച്ച് അവർ കറക്റ്റാക്കി ഇട്ടിട്ടുണ്ട്. ഇത് മതിൽ പണിയാൻ പോകണമല്ലോ. ആ മതിലുമിക്ക് അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് ആക്കിയിട്ടുള്ളത്. ഇതാണ് നമ്മുടെ അന്തോണിയേട്ടൻ. അങ്ങോരാണ് നമ്മുടെ തെങ്ങൊക്കെ മുറിച്ച് ഭദ്രമാക്കി നമ്മുടെ വീടുമിക്കോ മറ്റുള്ള ഇതുമിക്കൊന്നും ഇല്ലാണ്ട് വൃത്തിയാക്കി നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. അപ്പോൾ അന്തോണിയേട്ടൻ്റെ സഹായമായിട്ട് ലിജോയും കൂടിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ തെങ്ങൊക്കെ മുറിച്ച് നമ്മുടെ വീടുമിക്കൊന്നും പോകാണ്ട് പ്രശ്നമൊന്നും ഇല്ലാണ്ട് ഭദ്രമാക്കി നമുക്ക് മുറിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിൽ മരമുറിയോ മറ്റെന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവരെന്നെ വിളിക്കാം. വഞ്ഞ് ഇവർ വരുന്നതാണ്. എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഇവരെന്നെ ബന്ധപ്പെടാം. നമ്മുടെ നമ്പറൊക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും അന്തോണിയേട്ടനും ഇവനും ലിജോനും വിളിക്കാം. അപ്പോൾ അവർ രണ്ടാളും കൂടിയിട്ടാണ് നമ്മുടെ തെങ്ങൊക്കെ ഈ ചെറിയ വിലയ്ക്ക് അവർ നമുക്ക് ഭദ്രമാക്കി മുറിച്ച് അത് പീസുകളാക്കി തന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ തെങ്ങുമുറി കഴിഞ്ഞിട്ട് അതിൻ്റെ പൊങ്ങടക്കനെ അതിൻ്റെ കാമ്പ് അടക്കനെ അവരെടുത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. തെങ്ങൊക്കെ മുറി എല്ലാം ഭദ്രമായിട്ട് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തെങ്കിലും നമ്മുടെ വീട്ടിലത്തെ മരങ്ങളോ ഇനി എന്തെങ്കിലും തെങ്ങുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മുറിക്കണമെന്നുണ്ടെങ്കിൽ ഇവരെന്നെ വിളിക്കുകയാണെങ്കിൽ ഇവർ വന്നു കഴിഞ്ഞാൽ ഭംഗിയായിട്ട് ചെയ്തു തരും. ഇവർ ഭയങ്കര പൈസ കുറവിലാണ് ഇതൊക്കെ ചെയ്തു തരുന്നത് നമുക്ക്. മുറി എല്ലാം കഴിഞ്ഞു. തെങ്ങുമുറി കഴിഞ്ഞപ്പോൾ